ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടന്ന 101 കലാകാരന്മാരുടെ സോപാന സംഗീതാർച്ചന ശ്രദ്ധേയമായി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സോപാന സംഗീതാർച്ചന നടത്തിയത്. കലയെയും ഭക്തിയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക പഠന കേന്ദ്രം സോപാന സംഗീതാർച്ചന നടത്തിയത്. അഷ്ടപതി ഗുരുനാഥന്മാരായ ജ്യോതിദാസ് ഗുരുവായൂർ, മഞ്ജു രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സോപാന സംഗീതത്തിന്റെ മാധുര്യം തുളുമ്പുന്ന സംഗീതാർച്ചന അരങ്ങേറിയത്. ഒരേ സ്വരത്തിൽ 100-ലധികം കലാകാരന്മാർ പാടിയപ്പോൾ തിരുവെങ്കിടാചലപതി ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി. കുരുന്നുകളും വയോജനങ്ങളും അടക്കം ഒരേ സ്വരത്തിൽ സോപാന സംഗീതം ആലപിച്ചു. സംഗീതാർച്ചനയ്ക്ക് പിന്നാലെ പ്രശസ്ത നർത്തകി ചെന്നൈ കുമാരി മാളവികയും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും ചടങ്ങിന് മാറ്റുകൂട്ടി. വൈവിധ്യമാർന്ന ചുവടുകളും ഭാവങ്ങളും കോർത്തിണക്കിയുള്ള പ്രകടനം കാണികളെ ഏറെ ആകർഷിച്ചു.